ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു ഡിന്നർ റെസിപ്പിയാണ്. ഡിന്നറിന് ഞാനിന്ന് ഉണ്ടാക്കിയിട്ടുള്ളത് ഒരു ബട്ടർ ചിക്കനാണ്. അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടി ആയാലും ഗസ്റ്റൊക്കെ വന്നാൽ നല്ലൊരു കറിയാണ് കേട്ടോ. എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ. ഒരു കടായി ചൂടാക്കിയിട്ട് നമുക്ക് കുറച്ച് ചെറിയ ജീരകം ഇട്ട് കൊടുക്കാം. എന്നിട്ട് രണ്ട് മീഡിയം സൈസ് അല്ല 2.5 ഉള്ളി എടുത്തിട്ട് ഒന്ന് സ്ലൈസ് ചെയ്തിട്ട് അതും കൂടി ഒന്ന് നല്ലോണം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. 2 പച്ചമുളകും കൂടി ഇട്ടിട്ടുണ്ട്. നല്ലോണം ഒന്ന് ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. അത് ആദ്യം തന്നെ ഇട്ടാലും നമുക്ക് വേഗം ഫ്രൈ ആയി കിട്ടും കേട്ടോ. അപ്പം ഞാനൊരു 2 തക്കാളി ഇട്ടിട്ടുണ്ട് കേട്ടോ. 2 തക്കാളിയും കൂടി ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. പിന്നെ നമ്മുടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അതിന് ഇടണം. പിന്നെ 2-3 ഉണക്കമുളക്. ഈ ഉണക്കമുളക് എടുക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടും കേട്ടോ. അതുകൊണ്ടാണ് ഇതിൽ ഹോട്ടൽസിലെല്ലാം നമ്മൾ കളറൊക്കെ ചേർക്കും. ഇത് നമ്മൾ കളറൊന്നും ചേർക്കാത്ത നല്ല പ്യുവറായിട്ടുള്ളൊരു കറിയാണ്. അപ്പം കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചതച്ചിടണം കേട്ടോ. പിന്നെ നമുക്കിതിന് മസാലയും കൂടി ഇടാം. മഞ്ഞൾ, മുളക്, ഒരു 1/2 സ്പൂണ് മഞ്ഞൾ, ഒരു 1.5 സ്പൂണൊക്കെ മുളക് പൊടി, പിന്നെ 1 സ്പൂണ് മല്ലിപ്പൊടി, പിന്നെ ഒരു ചെറിയ 1/2 സ്പൂണ് അത്രോളം നമ്മുടെ ഗരം മസാലയും കൂടി ഇട്ടിട്ട് അതും കൂടി ഒന്ന് മൂപ്പിച്ചെടുക്കുക കേട്ടോ. പിന്നെ ഇത് നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ നല്ലോണം ഒന്ന് ഫ്രൈ ചെയ്യാൻ നോക്കണം കേട്ടോ. നല്ല അതിൻ്റെയൊക്കെ പച്ചമണമൊക്കെ മാറി എടുക്കണം, എന്നാലേ അതിൻ്റെ ടേസ്റ്റ് കിട്ടും കേട്ടോ. അതുകൊണ്ടാണ്. അപ്പോൾ ഇതും കൂടി ഒന്ന് നല്ലോണം വഴറ്റിയിട്ട് നമുക്ക് ഒരു കുറച്ചൊരു നല്ലോണം ഒന്ന് വഴണ്ട് കഴിഞ്ഞാൽ നമുക്കൊരു അര ഗ്ലാസ് ചൂടുവെള്ളം, നല്ല തിളക്കുന്ന വെള്ളം എടുത്തിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് 2 മിനിറ്റ് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നല്ല പേസ്റ്റ് പോലെ ആയിട്ടുണ്ടാവേ. ഇത് പിന്നെ നമുക്ക് അരച്ചെടുക്കേണ്ടതാണ്. അത് നമ്മൾ എന്നിട്ട് മിക്സിയിൽ തണിഞ്ഞ് കഴിഞ്ഞാൽ മിക്സിയിലെടുത്തിട്ട് അരക്കണം കേട്ടോ. ഒരു 10-15 കാഷ്യും കൂടി അതിലിട്ടേക്കണം കേട്ടോ. അപ്പം നമുക്കിത് തണിഞ്ഞ് കഴിഞ്ഞാൽ ഒന്ന് മിക്സിയിലിട്ട് വെക്കുന്നതാണ് ഞാൻ, കാരണം പെട്ടെന്നൊന്നും തണിയത്തില്ലല്ലോ. അപ്പോൾ ഇതിൽ തന്നെ വെച്ച് കഴിഞ്ഞാൽ കുറേ സമയം പിടിക്കും. അപ്പോൾ ഈ പാത്രത്തിൽ തന്നെ നമുക്കിനി നമ്മുടെ ബട്ടർ ചിക്കൻ നമുക്ക് റെഡിയാക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ചിക്കൻ നമ്മൾ ആദ്യം ഞാനൊന്ന് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായി. അത് ഒന്നൊരു ഷാലോ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായി കേട്ടോ. അപ്പോൾ അത് നമുക്ക് നല്ലൊരു കുറച്ച് ഉള്ള ബട്ടർ എടുത്തിട്ട് അത് നമുക്കൊന്നും കൂടി ഒന്ന് ഫ്രൈ ചെയ്തിട്ട് അതിൽ നമ്മൾ അരച്ച് വെച്ച മിക്സ് അതിലേക്ക് ചേർക്കാം കേട്ടോ. ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് ഒരു 10-15 മിനിറ്റ് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. കാരണം ചിക്കൻ വേവണ്ടേ. അപ്പം ഇതിന് കുറച്ച് ഫ്രഷ് ക്രീം ലാസ്റ്റ് ഇട്ടാൽ നല്ലതാണ് കേട്ടോ. ഞാനിവിടെ ഫ്രഷ് ക്രീം തീർന്നു പോയതുകൊണ്ട് അത് ഇട്ടിട്ടില്ല. പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടാകും. ഈ കാഷ്യൂ ഒക്കെ അരക്കുമ്പോൾ വേറെ തന്നെ ഒരു ടേസ്റ്റ് ആയിരിക്കും. അപ്പം ഇതൊന്ന് നമുക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്ക് കുറച്ച് നേരം അടച്ച് 15 മിനിറ്റ് വേവിക്കാം കേട്ടോ. എന്നിട്ട് മല്ലിയിലയും കൂടി